കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയുടെ ഹർജി ജസ്റ്റിസ് കൌസർ എടപ്പകത്തിന്റെ ബെഞ്ച് പരിഗണിക്കും. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ ചോർന്നതിലടക്കം പുനരന്വേഷണം ആവശ്യപ്പെട്ടാണ് അതിജീവിത ഹർജി നൽകിയത്. ഹർജി നാളെ പരിഗണിക്കും. വിഷ്ണു സുരേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, വിവരങ്ങൾ. അമൃത, കഴിഞ്ഞ ദിവസമാണ് ആക്രമിക്കപ്പെട്ട നടി വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത്. മെമ്മറി കാർഡ് ചോർന്നതിലും അതോടൊപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ട് റദ്ദ് ചെയ്ത് പുതിയ SIT കേസ് അന്വേഷിക്കണമെന്നുള്ളായിരുന്നു അവരുടെ ഹർജിയിലെ ആവശ്യം. ആ ഹർജി നേരത്തെ ജോബിൻ സെബാസ്റ്റ്യൻ എന്ന ജഡ്ജിന്റെ മുമ്പാകെയാണ് വന്നത്. അദ്ദേഹം അത് പരിഗണിച്ച ഘട്ടത്തിലാണ് അദ്ദേഹം മുൻപ് ജുഡീഷ്യൽ രജിസ്ട്രാർ ആയിരിക്കെ ഇത്തരത്തിലൊരു പരാതി, നടിയുടെ തന്നെ ഒരു പരാതി അദ്ദേഹത്തിന് മുമ്പിൽ വരികയും അദ്ദേഹം കേസിൽ നിന്ന് മുൻപ് പരിഗണിച്ച പശ്ചാത്തലത്തിൽ ആ കേസിൽ നിന്ന് അദ്ദേഹം പിന്മാറുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ തുടർ നടപടി അല്ലെങ്കിൽ നടി നൽകിയിട്ടുള്ള ഈ ഹർജി ഇപ്പോൾ കൌസർ എടപ്പകത്തിന്റെ ബെഞ്ചിലാണ് ഇത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നാളെ ഈ കേസ് പരിഗണിച്ച് പക്ഷേ ഒരു പ്രശ്നമുള്ളത്, നേരത്തെ കൌസർ എടപ്പക ജില്ലാ ജഡ്ജി ആയിരിക്കെ അദ്ദേഹത്തിന് കോടതിയിൽ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരൻ ഈ ദൃശ്യങ്ങൾ കണ്ടു എന്നൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ ജഡ്ജിന്റെ കോടതിയിൽ നിന്ന് മാറാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. അതിജീവിതയുടെ ഹർജി നാളെ കോടതി പരിഗണിക്കും. വിവരങ്ങളാണ് വിഷ്ണു സുരേഷ് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.